നമസ്കാരം. കുവൈത്തിൽ ഇന്ത്യക്കാരന് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ആശങ്ക കുവൈറ്റിൽ ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇവരെ തിരിച്ച് സുരക്ഷിതമായി എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം കൈക്കൊള്ളാൻ വേണ്ടിയുള്ള കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അസർബൈജാനിൽ നിന്നും എത്തിയ രോഗബാധിതനുമായി ഇടപഴകിയ ഇന്ത്യക്കാരനാണ് രോഗം കണ്ടെത്തിയത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചിരിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇയാൾ ഉൾപ്പെടെ കുവൈത്തിൽ പുതുതായി 4 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുകയാണ്. ഇതോടുകൂടി കുവൈത്തിൽ മൊത്തം രോഗബാധിതരുടെ എണ്ണം 104 ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. UK സന്ദർശിച്ച 2 പേർക്കും ഖത്തർ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ഒരു സ്വദേശിക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കൂടി ഈ രോഗം പടർന്നിരിക്കുന്നത്. അതേസമയം 2 പേർ കൂടി കോവിഡ്-19 രോഗമുക്തരായി എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയും അവിടെ നിന്നും ലഭ്യമാണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 7 എന്നുള്ള ശുഭകരമായ ഒരു വാർത്ത കൂടി തന്നെയാണ് ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് പറഞ്ഞത്. ചികിത്സയിലുള്ള 97-ൽ 6 പേർ ഇപ്പോൾ അത്യാധുനിക വിഭാഗത്തിൽ ICUലാണ് എന്നുള്ള കാര്യം. ഇവരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 718 പേരിലാണ് ഇപ്പോൾ ക്വാറന്റൈൻ നടപടികൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കാരണം മറ്റൊരു രീതിയിലുള്ള പോംവഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ക്വാറന്റൈൻ വിധേയരാകുന്നത്. പഴം, പച്ചക്കറി ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം കൂടി കുവൈത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പഴം, പച്ചക്കറി ലഭ്യത കുറഞ്ഞതിൻ്റെ സാഹചര്യം കുവൈത്തിൽ വലിയ തോതിൽ ക്ഷാമം സൃഷ്ടിക്കുകയാണ്. വിമാന സർവീസ് നിർത്തലാക്കിയതോടുകൂടി ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്. ചരക്ക് വിമാനങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ ഇറക്കുമതി ഉള്ളത്. ദിനംപ്രതി 120 മുതൽ 130 ടൺ ചരക്ക് ഇറക്കുമതി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 20 ടണ്ണായി കുറഞ്ഞിരിക്കുന്നു. അതായത് മൊത്തം ഇറക്കുമതിയുടെ 1/6 ആയി കുറയുകയോ അതിന് താഴെ കുറയുകയോ ചെയ്തിരിക്കുകയാണ്. ചരക്ക് വിമാനക്കൂലി സാധാരണയിൽ നിന്നും 3 ഇരട്ടിയിലധികമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വില വർധന പാടില്ല എന്ന കർശന നിർദ്ദേശമുള്ളതിനാൽ പഴത്തിനും പച്ചക്കറിക്കും വില വർധന ഉണ്ടായിട്ടില്ല. വർദ്ധിച്ച കൂലി നൽകിയുള്ള ഇറക്കുമതി അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ള സ്വാഭാവികമായ ഒരു കണക്കുകൂട്ടൽ ഇപ്പോഴും ഉണ്ട്. ആഭ്യന്തരപരമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പരമാവധി വിപണിയിൽ എത്തിക്കുകയാണ് അധികൃതർ ഇപ്പോൾ ചെയ്യുന്നത്. അതേസമയം അരി, ധാന്യങ്ങൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. 6 മാസം വരെ ആവശ്യമായ സ്റ്റോക്ക് നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ബാങ്കുകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പൊതു അവധിയാണെങ്കിലും തുറക്കാൻ നിർണയിക്കപ്പെട്ട ബാങ്കുകളുടെ പ്രവൃത്തി സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് കുവൈറ്റ് ബാങ്കിംഗ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച് 2 പേരുടെ മരണം വ്യക്തമായിരുന്നു. കുവൈറ്റിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ നിഷ്കർഷിച്ചിരിക്കുകയാണ്. മാത്രമല്ല 6 ഗവർണറേറ്റിലും അതോടൊപ്പം ഓരോ ബാങ്കിൻ്റെയും ഓരോ ശാഖകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതേസമയം ATM ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം തടസ്സമില്ലാതെ തുടരും എന്നുള്ള കാര്യവും ഇപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ വ്യക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡ് ബാധ തുടർന്നും അറബ് രാജ്യങ്ങളിൽ പടരാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഏഷ്യയിൽ ഇത്തരം ഒരു മഹാമാരിയായി വരാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളുമാണ് വന്നിരിക്കുന്നത്. പകർച്ചവ്യാധി വലിയ തോതിൽ വരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത്, പ്രത്യേകിച്ചും ഇറ്റലിയിലെ അന്വേഷണ സംഭവങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കുവൈറ്റ് അധികൃതർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പാലിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.